നമസ്കാരം. നക്ഷത്രഫലം 1200 ആണ്ട് കന്നിമാസം, അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 കൂടിയിട്ടുണ്ടാവുന്ന കന്നിമാസത്തിലെ നക്ഷത്രങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഓരോ കൂറനുസരിച്ചിട്ടാണ് നക്ഷത്രഫലം പറയുന്നത്. മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങി ഓരോ കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. കർക്കിടകക്കൂറ്: പുണർദം, അവസാന പാദം, പൂയം, ആയില്യം. ഇത്രയും നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവരുടെ കന്നിമാസത്തിലെ ഫലം നോക്കാം. യാത്രകളിൽ യന്ത്ര തകരാറുകൾ സംഭവിക്കാം. അതിനാൽ തന്നെ എവിടെയെങ്കിലും യാത്ര പോവുകയോ വരികയോ ചെയ്യുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് മുന്നേ ആ യാത്ര അവസാനിപ്പിക്കേണ്ടതാണ്. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. സംഗീത സദസ്സുകളിൽ സംബന്ധിക്കാം. അതിനാൽ തന്നെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള വിനോദ മേഖലകളിൽ ഇടപെടുവാൻ ഇവർക്ക് ഈ മാസം സാധിക്കും. കുടുംബത്തിൽ പ്രായമായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാലും ഒരു ആശുപത്രിവാസത്തിലേക്ക് അത് എത്തിപ്പെടാൻ ചാൻസ് ഇല്ല. തസ്കര ഭയം, ചെയ്യാത്ത കുറ്റത്തിന് കോടതി കയറൽ, വസ്തുസംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉടലെടുക്കൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അധികവും സ്വന്തം ബന്ധുക്കളായിട്ട് തന്നെയാണ് കോടതി വ്യവഹാരം വരുന്നത്. അതിനാൽ തന്നെ ഉറ്റ ബന്ധുക്കൾ വരെ ശത്രുക്കളായി മാറുന്ന ഒരു കാലമാണ് ഈ കൂറിലെ നക്ഷത്രങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ വരുന്നത്. ദൈനംദിന കാര്യങ്ങളിൽ ഇവർക്ക് മുടക്കം സംഭവിക്കാം. കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം അനുഭവപ്പെടും. വഞ്ചനയിൽ അകപ്പെടുവാനും സാധ്യതയുണ്ട്. ഈ വഞ്ചിക്കപ്പെടുന്നത് അത് സ്വന്തം ബന്ധുക്കളാൽ തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ ഉറ്റവർ എന്ന് കരുതുന്ന ആളുകളുടെ ഇടയിൽ നിന്നായിരിക്കാം ഇത്തരം ചതി ഇവർ പ്രതീക്ഷിക്കേണ്ടത്. ഈശ്വര ഭജനത്തിന് വരെ ഇവർക്ക് തടസ്സങ്ങൾ വരാം. ഉപാസന വരെ ഇവർക്ക് തടസ്സം വരുന്നതിനാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈശ്വരനെ ധ്യാനിക്കുക, ഈശ്വരനെ ഉപാസിക്കുക, അത്തരം കാര്യങ്ങൾക്ക് മുടക്കം വരുന്നത് കാലേ കൂട്ടിയിട്ടുള്ള എന്തോ കഷ്ടകാലത്തിൻ്റെ മുന്നോടിയായിട്ടാണെന്നാണ് പറയുന്നത്. ഇവർക്കും അങ്ങനെയൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനാൽ തന്നെ ഈ കന്നിമാസം ഇവർക്കൊരു ഉദ്ദിഷ്ടകാര്യം വരുന്ന ഒരു മാസമല്ല. അതിനാൽ തന്നെ ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഈശ്വരനെ കൈവിടാതെ ഇരിക്കണം. ഈശ്വര ഭജനം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ നക്ഷത്രക്കാർ പ്രവർത്തിക്കേണ്ട കാലം കൂടിയാണിത്. അതിനാൽ തന്നെ ഗുണത്തിനേക്കാൾ ഉപരി ദോഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ കന്നിമാസം കാണുന്നത് എന്ന് പറയേണ്ടി വരും. ഗ്രഹപ്പകർച്ച: 1200 ആണ്ട് ചിങ്ങമാസം 31 ഉദയാൽപരം 33 നാഴിക 33 വിനാഴികയ്ക്ക്, അതായത് രാത്രി 7:43 ചതയം നക്ഷത്രം കുംഭക്കൂറിൽ കന്നി സംക്രമം. 1200 ആണ്ട് കന്നിമാസം 7 10 നാഴികയ്ക്ക് ബുധൻ കന്നി രാശിയിലേക്കും, കന്നിമാസം 24 13 നാഴികയ്ക്ക് ബുധൻ തുലാം രാശിയിലേക്കും, കന്നിമാസം 2 19 നാഴികയ്ക്ക് ശുക്രൻ തുലാരാശിയിലേക്കും, കന്നിമാസം 27 ഉദയപൂർവം 1 നാഴികയ്ക്ക് ശുക്രൻ വൃശ്ചികം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 1200 ആണ്ട് കന്നിമാസം 10 രാത്രി 1:11 അത്തം ഞാറ്റുവേലയും, കന്നിമാസം 24 പകൽ 2:07 ചിത്തിര ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്.